ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ് ഇറ്റ്സ് മീ അബ്ദുല്ലാനസ്. നമ്മളിവിടെ ഗോ ഡോട്ട് പാർട്ട് 9 ആണ് വന്നിരിക്കുന്നത്. ഗോ ഡോട്ട് പാർട്ട് 9 എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാമറ ഫിക്സിങ്ങിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് ഫിക്സ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മളോട് പ്ലെയറിനെ എന്താ പറയുക ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ഓവറായിട്ട് പോകേണ്ട ആവശ്യമില്ല, അപ്പോൾ അവിടെ ലിമിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ എൻഡ് ചെയ്യേണ്ട ആ ഒരു ഇൻവിസിബിൾ ബാരിയേഴ്സ് എങ്ങനെയാണ് ഇൻവിസിബിൾ ബാരിയേഴ്സ് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാവിറ്റി എങ്ങനെയാണ് ഹെഡ് ടാപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ റീബൗണ്ട് ചെയ്യുന്ന പോലെ വീഴുക, ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ക്യാമറയുടെ ഇഷ്യൂ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ടൈൽ സെറ്റിൽ ഒരു ചെറിയ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ടൈൽ മാപ്പ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ എൻഡിങ് കുറച്ചുകൂടി ലെങ്ത്തിൽ ഇവിടെ വന്ന് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലാണ് ആ പ്ലെയർ ഈസി ആയിട്ട് അവിടെ എൻഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് പ്ലെയറിൻ്റെ ഇതിൽ വരാം. പ്ലെയറിൻ്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറയുടെ ഭാഗമാണ് ഞാൻ സെറ്റ് ചെയ്യണം. ഞാൻ സേവ് ചെയ്യട്ടെ. എന്നിട്ട് ക്യാമറയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഇവിടെ ജമ്പ് ചെയ്യുന്നു, ഇവിടേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത് ലിമിറ്റ് ചെയ്യണം. എനിക്ക് ഇവിടെ വരെ ക്യാമറ മൂവ് ചെയ്താൽ മതി, അതിൻ്റെ അപ്പുറം കാണിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രെയിം ഇവിടെ വരെ മാറിയത്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള മാത്രമാണ് ക്യാമറ എനിക്ക് കാണിക്കുള്ളൂ. സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്ലെയർ ഇവിടുന്ന് ഇപ്പുറം വരെ പോവില്ല. എന്ത് പറഞ്ഞാൽ ക്യാമറ അവിടെ വരെ പോവില്ല, പക്ഷെ ഇവിടുന്ന് പോയ പ്ലെയർ വീഴുന്നുണ്ട്. അപ്പോൾ ഇനി പ്ലെയർ വീഴാണ്ടിരിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ഇൻവിസിബിൾ ബാരിയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബാരിയർ കൂടെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ബോഡി കൊണ്ടുവരികയാണ്. സ്റ്റാറ്റിക് ബോഡി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ബോഡിക്ക് ഒരു കൊളീഷൻ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഞാൻ കൊളീഷൻ ഷേപ്പ് 2D കൊടുക്കുകയാണ്. 2D കൊടുത്തു. ഈ ഒരു ഷേപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യണം. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഞാൻ അതൊന്ന് വലുതാക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ എവിടേക്കാണോ നമുക്ക് ഈ ഒരു എലമെന്റ് ഇവിടെ ലിമിറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമുക്കിത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് വേണമെങ്കിൽ വൈഡ് ആക്കാം. ആ രീതിയിൽ കൊടുന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് ജമ്പ് ചെയ്തിട്ട് പോലും പ്ലെയർ അങ്ങോട്ട് എത്തരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അത് കൊടുത്തു സേവ് ചെയ്യാം. സേവിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും പ്ലെയർ ഇവിടെ പോയി ഇവിടെ സ്റ്റക്ക് ആയി നിൽക്കുന്നത്. അതിനപ്പുറം ആൾ പോകില്ല, കാരണം വെച്ചാൽ അവിടെ ഇൻവിസിബിൾ ബാരിയർ പ്ലെയറിനെ ബ്ലോക്ക് ചെയ്യണമാണ്. പക്ഷേ ഇവിടുന്ന് പ്ലെയർ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഹൈറ്റിൽ മുകളിലേക്ക് പോയാലും പ്ലെയർ അതിൻ്റെ അപ്പുറം പോകില്ല. ഹൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റിലും ക്യാമറ സ്റ്റോപ്പ് ചെയ്യണ കാണാം. ആ രീതിയിൽ പ്ലെയറിനെ ഇത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻവിസിബിൾ ബാരിയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് തല മുകളിൽ എന്താ പറയുക ഇടിക്കുമ്പോൾ പ്ലെയർ ആ ഒരു ബൗൺസിങ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ കൊണ്ടുവരാനുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മുടെ പ്ലെയറിൻ്റെ ഇതിൽ വന്നിട്ട് സ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ഹാൻഡിൽ ചെയ്യണം. ജമ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്നതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇഫ് ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണ്, ഇഫ് ഈസ് ഓൺ സീലിംഗ്. ഓക്കെ, സീലിംഗിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വെലോസിറ്റി ഡോട്ട് വൈ ഈക്വൽ പ്ലസ് ഓർ ഈക്വൽ ടു ഗ്രാവിറ്റി തന്നെയാണ് കൊടുക്കുന്നത്, അത് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഗ്രാവിറ്റി സ്റ്റാർ 2. ഓക്കെ, 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തല ഇവിടെ ഹെഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ തല അവിടെ നിന്ന് ഇങ്ങോട്ട് ബൗൺസ് ചെയ്യണം കാണാം. ഓക്കെ, പ്ലെയർ അവിടുന്ന് ജമ്പ് ചെയ്യുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഹെഡ് എന്താ മുകളിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ പ്ലെയർ പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് വരണം കാണാം. ആ രീതിയിൽ ഇത് ബൗൺസിങ് പ്രോപ്പർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ എന്ന് വെച്ചാൽ പോയിന്റ്സ് എങ്ങനെ കളക്ട് ചെയ്യാം, പ്ലെയേഴ്സിനെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഒരു പ്ലെയർ ഓരോ കോയിൻസ് എങ്ങനെ ഗെയിമിൽ റൺ ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യണം, അതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ കേരള ഡെവലപ്പേഴ്സ് ഗെയിം കമ്മ്യൂണിറ്റി ഉണ്ട്, മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലായിരിക്കുന്നു. താങ്ക് യു.